കുളിക്കുന്നതിനിടെ തോട്ടിൽ മുങ്ങിമരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥി പനയാൽ നെല്ലിയെടുക്കത്തെ ആദിത്യന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ അനേകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും വിട്ടു നൽകിയ ആദിത്യന്റെ മൃതദേഹം ഞായറാഴ്ച രാവിലെയാണ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചത്. അപ്രതീക്ഷിതമായുണ്ടായ അത്യാഹിതം മൂലം അകാലത്തിൽ മരണമടഞ്ഞ ഈ 15-കാരന്റെ ഭൗതിക ശരീരം അധിക നേരം ആർക്കും കണ്ടു നിൽക്കാനായില്ല. കൂട്ടുകാരന്റെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ സഹപാഠികളുടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയുടെ വിയോഗം ഇപ്പോഴും ഉൾക്കൊള്ളാനാകാത്ത അധ്യാപകരുടെയും മുഖം താങ്ങാനാകാത്ത വേർപാടിന്റെ വേദനയാൽ വിതുമ്പി. കുട്ടിയെ അടുത്തറിയുന്ന നാട്ടുകാർക്കും കരച്ചിലടക്കാനായില്ല. ഈ 15-കാരന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രമുഖരടക്കമുള്ള അനേകം ആളുകളെത്തി. തുടർന്ന് നെല്ലിയെടുക്കത്തെ കമ്മ്യൂണിറ്റി ഹാളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ശേഷം 2 മണിയോടെ കുടുംബത്തിനായി പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീടിന്റെ വളപ്പിലാണ് മൃതദേഹം സംസ്കരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയായിരുന്നു നാടിനെ ആകെ നടുക്കിയ സംഭവം. കൂട്ടുകാരായ മറ്റ് 3 വിദ്യാർത്ഥികൾക്കൊപ്പം കോട്ടപ്പാറയിലെ തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ആദിത്യൻ. ഇതിനിടയിൽ ചുഴിയിലെ ചെളിയാണ് തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ ഈ 15-കാരനെ മരണത്തിലേക്ക് വലിച്ചിഴച്ചതെന്നാണ് നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ പ്രദേശം പ്രാദേശികമായി കൃഷിയുമായി ബന്ധപ്പെട്ട് നല്ല മുൻഗണന ഉള്ളൊരു പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിലെ കുട്ടികളും എല്ലാവരും ഇവിടുന്ന് നീന്താൻ പഠിക്കലും കുളിക്കലും ഈ പ്രദേശത്താണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ കുട്ടി ഇവിടെ കളിക്കുന്ന സമയത്ത് 2 ഭാഗത്തുനിന്ന് വെള്ളം വരുന്നതുകൊണ്ട് ഒരു ചുഴി ഉണ്ടായിരുന്നു. ആ ചുഴിയിലേക്ക് അങ്ങോട്ട് വലിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞി ഇത് കൃഷി എടുക്കുന്നതിനെ കൊണ്ട് പിന്നെ ഇതിൻ്റെ ക്ലേയെല്ലാം വന്ന് അടിഞ്ഞ് നിൽക്കുമ്പോൾ ചളിയിൽ താഴ്ന്നു പോയതാണ്. അങ്ങനെയാണ് അപകടം സംഭവിച്ചത്. ആദിത്യൻ അപകടത്തിൽപ്പെട്ടു എന്ന് ബോധ്യമായ ഉടൻ തന്നെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാർ ഇക്കാര്യം വയലിൽ ജോലി ചെയ്യുന്നവരെ അറിയിച്ചിരുന്നു. ഇവരെത്തി കുട്ടിയെ കരകയറ്റി ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരുന്ന നെല്ലിയെടുക്ക് മുന്നതിയിലെ അനീഷിന്റെയും അശ്വിനിയുടെയും മകനാണ് ആദിത്യൻ. തച്ചങ്ങാട് സ്കൂളിലെ തന്നെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആര്യനന്ദയും പനയാൽ SMAUP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദർശും സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ഉദുമ.